ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഉച്ചയ്ക്ക് 12 മണിവരെ 40,774 ഭക്തരാണ് ദർശനം നടത്തിയത്. മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച ശേഷം ഇന്നലെ വരെ 4,34,664 ഭക്തരാണ് ദർശനം നടത്തിയത്. അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിലും വലിയ വർധനവാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഭക്തജന പ്രവാഹമാണ്. മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച് ഇന്ന് വരെ 4 ലക്ഷത്തിന് മുകളിൽ ഭക്തജനങ്ങൾ ദർശനം നടത്തിയിട്ടുണ്ട്. അയൽ സംസ്ഥാന ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഇത്തവണത്തെ മകരവിളക്ക് തീർത്ഥാടന കാലയളവിലെ പ്രത്യേകതയാണ്. മലയാളികളെക്കാൾ കൂടുതൽ എന്ന് പറയാവുന്ന വിധമാണ് ചില മണിക്കൂറുകളിൽ അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ ആന്ധ്ര, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ എത്തുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് 18-ാം പടിക്ക് താഴെ നിന്നുള്ള കാഴ്ചയാണ്. ഈ ദൃശ്യങ്ങളിൽ പോലും സൂക്ഷ്മമായിട്ടുള്ള പരിശോധന നടത്തിയാൽ അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ കൂടുതലായി ഉണ്ട് എന്ന് കാണാൻ കഴിയും. മരക്കൂട്ടം മുതൽ ക്യൂ ഉണ്ട്. മരക്കൂട്ടം മുതൽ ക്യൂ ആയി ബാച്ചുകളായി തിരിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളിലും മരക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെയുള്ള ഭാഗങ്ങളിൽ ഭക്തർക്ക് കൂടുതൽ സമയം, മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ടായി. നടപ്പന്തലിലും സാവധാനമാണ് ക്യൂ മുന്നോട്ട് നീങ്ങുന്നത്. പിന്നീട് 18-ാം പടി കയറി ഫ്ലൈ ഓവറിലേക്ക് എത്തിയാലും സ്ഥിതി സമാനമാണ്. ഫ്ലൈ ഓവറിലും വളരെ സാവധാനമാണ് ക്യൂ മുന്നോട്ട് നീങ്ങി അയ്യപ്പ ദർശനം സാധ്യമാകുന്നത്. എന്തായാലും തിരക്കിന്റെ മണിക്കൂറുകൾ തന്നെ ദർശനം കഴിഞ്ഞ ഭക്തജനങ്ങളുടെയും ഒപ്പം തന്നെ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തരുടെയും ദർശനം കഴിഞ്ഞ് സന്നിധാനത്ത് വിവിധ ഇടങ്ങളിൽ തമ്പടിക്കുന്ന ജനങ്ങളുടെയും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അന്നദാന മണ്ഡപത്തിന് മുൻഭാഗം, മാളികപ്പുറം ക്ഷേത്രത്തിന്റെ പരിസര ഭാഗങ്ങൾ, അരവണ കൗണ്ടറുകൾക്ക് മുൻഭാഗം, പാണ്ടിത്താവളം എന്നിവിടങ്ങളിലെല്ലാം ദർശനം പൂർത്തിയാക്കി വിശ്രമിക്കുന്ന ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് പകലില്ലാതെ അനുഭവപ്പെടുന്നു എന്നുള്ളത് ഈ സമയത്തെ മകരവിളക്ക് തീർത്ഥാടന കാലയളവിലെ ഒരു പ്രത്യേകതയാണ്. ഒപ്പം തന്നെ നിലയ്ക്കലിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നത്. നിലയ്ക്കലിൽ നിന്നും നിയന്ത്രണങ്ങളോടെയാണ് ഭക്തരെ കടത്തിവിടുന്നത്. നിലയ്ക്കലിൽ നിന്നും സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് ഉറപ്പാക്കി ഭക്തജനങ്ങളെ പമ്പയിലേക്ക് കടത്തിവിടുന്നു. ഒപ്പം തന്നെ പമ്പയിൽ നിന്നും ഭക്തജനങ്ങളെ കടത്തിവിടുന്നത് മരക്കൂട്ടം മുതലുള്ള ക്യൂ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ആ ക്യൂ മുന്നോട്ട് നീങ്ങുന്നതനുസൃതമായിട്ടാണ് പമ്പയിൽ നിന്നും ഭക്തജനങ്ങളെ മല കയറ്റി വിടുകയും ചെയ്യുന്നത്. തിരക്കിന്റെ മണിക്കൂറുകൾ കാനന പാതയിലൂടെ ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. ദിവസം ശരാശരി 4,000-ന് മുകളിൽ ഭക്തർ കാനന പാതയിലൂടെ, സത്രം പുൽമേട് പാതയിലൂടെ സന്നിധാനത്തേക്ക് എത്തുന്നു. മണ്ഡലകാലത്ത് കാനന പാതകളിൽ അനുഭവപ്പെട്ട തിരക്ക് അതേപടി തന്നെ മകരവിളക്ക് തീർത്ഥാടന കാലയളവിലും അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്നലെയും 5,000-നടുത്ത് ഭക്തജനങ്ങൾ കാനന പാതയിലൂടെ, സത്രം പുൽമേട് പാതയിലൂടെ എത്തി. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള സമയത്താണ് സത്രം പുൽമേട് പാതയിലൂടെ ഭക്തജനങ്ങളെ കടത്തിവിടുന്നത്. ഇനിയും വരും ദിവസങ്ങളിലും ക്രമാനുഗതമായി തന്നെ തിരക്ക് വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയാണ് വിലയിരുത്തപ്പെടുന്നത്. മണ്ഡല കാലത്ത് അനുഭവപ്പെട്ട തിരക്ക് അതേപടി തന്നെ മകരവിളക്ക് തീർത്ഥാടന കാലത്തിലും അനുഭവപ്പെടുമ്പോൾ ഇനി മകരവിളക്കിനോടനുബന്ധിച്ച ദിവസങ്ങളിലും വലിയ തിരക്ക് അയൽ സംസ്ഥാന ഭക്തജനങ്ങളെല്ലാം കൂടുതലായി എത്തുന്നതിനുള്ള സാധ്യതകൾ വിലയിരുത്തപ്പെടുന്നുണ്ട്. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം സന്നിധാനത്ത് നിന്നും മിഥുൻ മുരളി.